ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ആ പ്രതാപ, നമുക്കേ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യാറുള്ളത് പോലെ ചെക്കന്റെയും പെണ്ണിന്റെയും മുഖം മുല്ലപ്പൂ കൊണ്ട് മറച്ചിട്ട് വിവാഹം നടത്തിയാലോ? എന്നാ നമുക്ക് പോയി ഋതിക മോളെ കണ്ടാലോ വേണുവേട്ടാ? ഏയ് അത് വേണ്ട. ഇപ്പൊ അങ്ങോട്ട് പോയാ അവിടെ ഉറപ്പായിട്ടും അംബിക മാഡവും ദീപക് സാറും ഉണ്ടാവും. അല്ലേ ശേഖർ സാറേ? അതെ വേണോട്ടാ, അവരവിടെ റൂമിൽ തന്നെയുണ്ട്. നിങ്ങൾ ഇപ്പൊ അവിടേക്ക് പോയാൽ ശരിയാവില്ല. ഞങ്ങൾ തന്ത്രപരമായി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ് വിവാഹം 1-2 ദിവസത്തേക്ക് നീക്കി വെക്കാനുള്ള ശ്രമവും നടത്തി നോക്കാം. ഞങ്ങളിപ്പോ ഐസ് ക്യൂബ് എടുക്കാൻ വേണ്ടി താഴേക്ക് വന്നതാ. ഞങ്ങളിനി റൂമിലേക്ക് കയറുക. തൽക്കാലം ഇതാരോടും പറയണ്ട. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നതെന്ന്. യാമിനി, നീ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് വാ. ചെല്. നിങ്ങൾ എന്നോടൊപ്പം കിച്ചണിലേക്ക് വാ. രാജു എവിടെ ശേഖരൻ സാറേ? രാജു കുറച്ചും പേരോട് ഉണ്ടായിരുന്നു. എന്തെങ്കിലും അത്യാവശ്യത്തിന് പുറത്തു പോയതായിരിക്കും. വേണോണ്ട് കുടിക്കാൻ എന്തെങ്കിലും വേണോ? വേണ്ട ശേഖരൻ സാറേ, എനിക്കൊന്നും വേണ്ട. എന്നാ വേണോട്ടം വാ, നമുക്ക് അങ്ങോട്ട് പോ. സാരമില്ല സാറേ. വേണോട്ടം വന്നേ വാ. സുലൈമാനോ? ശേഖരൻ സാറേ, ഇത് നമ്മുടെ ബേബി. നിങ്ങൾ വാ, അകത്തേക്ക് ഇരിക്കും. ആയിക്കോട്ടെ. വേണോട്ട ഒരു മിനിറ്റേ. എന്റെ പരിചയക്കാരനാ, നമ്മുടെ മില്ലൊക്കെ മുമ്പ് ജോലി ചെയ്തിരുന്ന ആളാ. നിങ്ങൾ ഭക്ഷണം കഴിച്ചില്ലല്ലോ? ഇല്ല, വന്നതേ ഉള്ളൂ. സുലൈമാൻ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ മുകളിലേക്ക് വെക്കോ. അവിടെയാ ബ്രേക്ക്ഫാസ്റ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ശരി, എന്നാ അങ്ങനെ ആവട്ടെ. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ആ സുലൈമാന് ഇവിടെ കുറച്ച് കച്ചവടവും കാര്യങ്ങളൊക്കെ. ഇവിടെ മാത്രമല്ല, ടൗണിലും പുറത്തുമൊക്കെയായി ഒരുപാട് ബിസിനസ്സുകളുണ്ട്. നമ്മുടെ മില്ലില് തടിക്കച്ചവടമൊക്കെ ആയി ഇടയ്ക്ക് വരാറുണ്ട്. അങ്ങനെ വരട്ടെ. ഇയാളെ ഞാൻ ജയന്റെ ഒപ്പം കണ്ടിട്ടുണ്ട്, പ്രിയയുടെ ഭർത്താവിന്റെ കൂടെ. അവര് സുഹൃത്തുക്കളാ. എനിക്കൊരു തവണ ആക്സിഡന്റ് ഉണ്ടായപ്പോ ഞാൻ കുറച്ചാളും ജയന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്താ ഇയാളെ കണ്ടിട്ടുള്ളത്. കാണാൻ സാധ്യതയുണ്ട്. വേണോട്ട ഒരു മിനിറ്റേ, ഇപ്പൊ വരാമേ. മോളെ, ചെറിയമ്മ കുറച്ചുകൂടെ ഐസ് ക്യൂബ് കൊണ്ടുവന്നിട്ടുണ്ട്. മോളെ, ഒരുപാട് നേരം ഐസ് ക്യൂബ് പാടിൽ വെക്കണ്ട. നമുക്കിതൊരു റീസൺ ആക്കി വിവാഹം 1-2 ദിവസത്തേക്ക് മാറ്റി വെക്കാം. ശരി ചെറിയമ്മ. അപ്പോ വിവാഹം തൽക്കാലത്തേക്ക് മാറ്റിവെക്കണമെന്നാണോ പ്രതാപൻ തീരുമാനിച്ചിരിക്കുന്നത്? അതല്ലാതെ വേറെ എന്ത് വഴിയാ ചേച്ചി നമ്മുടെ മുൻപിലുള്ളത്? ഞാനൊന്ന് ആലോചിക്കട്ടെ പ്രതാപ. എന്തെങ്കിലും ഒരു വഴി കാണാതിരിക്കില്ല. പിന്നെ വിവാഹം നീട്ടിവെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. ഒരു തവണ മുടങ്ങിയ വിവാഹം വീണ്ടും നീട്ടിവെക്കുക എന്നൊക്കെ പറയുമ്പോ ആളുകൾ ഓരോന്നും പറയില്ലേ? അതും ശരിയാ. എന്താ ഒരു വഴി? പ്രതാപ, നമുക്കേ ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ചെയ്യാറുള്ളത് പോലെ ചെക്കന്റെയും പെണ്ണിന്റെയും മുഖം മുല്ലപ്പൂ കൊണ്ട് മറച്ചിട്ട് വിവാഹം നടത്തിയാലോ? ഏയ്, അതൊക്കെ നോർത്ത് ഇന്ത്യയിലെ കൾച്ചറല്ലേ ചേച്ചി. നമ്മൾ ഇവിടെ അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും? പ്രതാപ, ഇപ്പൊ നമ്മള് വിവാഹത്തിന് വിളിച്ചിട്ടുള്ള ഗസ്റ്റുകള് എന്ത് വിചാരിക്കുമെന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ വിവാഹം ഇന്നത്തെ ദിവസം നടക്കാതിരുന്നാലാ അവര് കുറ്റം പറയാനും പരദൂഷണം പറയാനുള്ള സാധ്യത കൂടുതല്.
എങ്ങനെയെങ്കിലും നമ്മൾ ഈ വിവാഹം നടത്തി കഴിഞ്ഞാല് ആരും ഇതിനെക്കുറിച്ചൊന്നും ഒന്നും പറയില്ല. നമ്മൾ ഈ ആഘോഷത്തിന്റെ ആർഭാടത്തിന്റെ ഇടയില് ഒരു പുതിയ രീതി ട്രൈ ചെയ്തുന്നേ ആളുകൾ വിചാരിക്കൂ. അശ്ശോ, അവരതിനെ പുകഴ്ത്തി പറയുന്നല്ലാതെ ഒരിക്കലും താഴ്ത്തി പറയാൻ പോകുന്നില്ല. അത് ശരിയാണ് അമ്മാവ. ശരി, എങ്കിൽ അങ്ങനെ ആവട്ടെ. ദേവക്കെ എന്തു പറ്റിയടാ? എന്തേലും പ്രശ്നമുണ്ടോ? നീ എന്താ ഞങ്ങളോട് വരണ്ടെന്ന് പറഞ്ഞത്? പ്രശ്നം ആയനടാ, പക്ഷേ അമ്മ അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തു. പിന്നെ നിങ്ങളോട് ഞാൻ വരണ്ടെന്ന് പറഞ്ഞത് ഇക്കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടാൽ ശരിയാവില്ലെന്നുള്ളതുകൊണ്ടാ. എന്താടാ ആ രാജു, അവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയോ? ഹേയ്, അവനെ നിലത്ത് നിർത്താതെ ഓരോ ജോലികള് അവനെ ഏൽപ്പിക്കാൻ വേണ്ടി ഞാൻ ഈവന്റ് മാനേജ്മെന്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്താടാ പ്രശ്നം? മച്ചാ, അതെ, ഋതികയുടെ മുഖത്ത് മേക്കപ്പ് പിടിക്കാഞ്ഞിട്ട് ചെറിയ കുറച്ച് തടുപ്പും അവൾക്കൊരു അലർജി. അയ്യോ, അപ്പോ ആ മുഖമായിട്ട് ഋതിക എങ്ങനെ മണ്ഡപത്തിൽ വരും? അതിനൊക്കെ അമ്മ വഴിയുണ്ടാക്കി. എന്തു വഴി? എടാ, നമ്മൾ നോർത്ത് ഇന്ത്യയിലായിരുന്നപ്പോ ഒരു കല്യാണത്തിന് പോയത് ഓർക്കുന്നില്ലേ? എടാ, നമ്മുടെ ബാച്ച് മേറ്റ് ഭരത് ബ്രോയുടെ. ആ അന്ന് ആ ചെക്കനെയും പെണ്ണിനെയും എങ്ങനെയാണ് മണ്ഡപത്തിലേക്ക് കൊണ്ടുവന്നെന്ന് ഓർക്കുന്നുണ്ടോ? ഓ, ഈ മുല്ലപ്പൂവൊക്കെ ഇട്ട് മുഖം മാസ്ക് ചെയ്ത്. അത് തന്നെ. ഇവിടെ പെണ്ണിന്റെ മുഖം മാത്രം അങ്ങനെ നമ്മളൊന്ന് മാസ്ക് ചെയ്തു. ആ ഐഡിയ കലക്കിളിയാ. ഇനി അങ്ങോട്ട് എന്റെ കാലാടാ മോനെ. ഋതികയെ ഞാൻ താലി കെട്ടിക്കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ കുടുംബത്തിന്റെ അടുത്ത അവകാശിയായി പ്രതാപൻ അമ്മാവൻ എന്നെ പ്രഖ്യാപിക്കും. എന്റെ പട്ടാഭിഷേകം നാടറിയെ മുറ്റം നിറയെ കൊമ്പനാനകളും വാദ്യമേളങ്ങളുമായി ഒരു ഉത്സവമായി നടത്തും.